ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മോരുകറിയാണ്. ഒരുപാട് ചേരുവകളൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഈ മോരുകറി തയ്യാറാക്കുന്നത്. ഇതേപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് നല്ല കട്ടി തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയോ അല്ലെങ്കിൽ സാധാരണ മുളക് പൊടിയോ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ വേണ്ടത് കസൂരി മേത്തിയാണ്. 1/2 ടീസ്പൂൺ കസൂരി മേത്തി ഇതേപോലെ കയ്യിലെടുത്തിട്ട് ഒന്ന് തിരുമ്മി കൊടുത്തതിന് ശേഷം വേണം ഇടാനായിട്ട്. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ മിക്സാക്കി എടുക്കാം. തീരെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം ഇത് മിക്സാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിവിടെ നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടായിരിക്കും. തീ ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി നന്നാക്കി അരിഞ്ഞതിന് ശേഷം 1/2 കപ്പാണുള്ളത്. അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയ ഉള്ളി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു സവാളയുടെ പകുതി എടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. കുറച്ചൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കളറെല്ലാം നന്നായി മാറുന്നവരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ കളറെല്ലാം നന്നായി മാറിയിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമ്മൾക്ക് ഒന്നുകിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തൈര് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, നമ്മൾ ഒഴിച്ച ഉടനെ തന്നെ നല്ല പോലെ ഇളക്കണം, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നല്ല പോലെ ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടാവണം. ഞാനിവിടെ ഇപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇതെല്ലാം കൂടെ ഇളക്കി കൊടുക്കുന്നത്. എല്ലാം ഇതേപോലെ മിക്സായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. ഈ സമയത്ത് ഉപ്പെല്ലാം നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതാണ്. കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം ഇതേപോലെ വീണ്ടും എല്ലാം കൂടെ ഇളക്കി കൊടുക്കുക. നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി തയ്യാറായി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന മോരുകറിക്ക്. സാധാരണ മോര് കാച്ചുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഈ മോരുകറി എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ. ഈ രീതിയിൽ മോരുകറി ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്